ഇത് റീജിയനിൽപ്പെട്ട വെസ്റ്റ് ആഫ്രിക്കയിൽപ്പെട്ട ഗിനിയ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കൊണാക്രി പട്ടണമാണ്. വെസ്റ്റ് ആഫ്രിക്കയിൽ തന്നെ ഗാനയിലെ അക്ര, ഐവറി കോസ്റ്റിലെ അബിജാൻ ഇവ രണ്ടും കഴിഞ്ഞാൽ വെസ്റ്റ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പട്ടണമാണ് കൊണാക്രി. തൊഴിലാവശ്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി ഈ നഗരത്തിൻ്റെ വലിയൊരു ശതമാനം ജനങ്ങളും കൊണാക്രി പട്ടണത്തിലേക്ക് വന്നു ചേർന്നവരാണ്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഗിനിയ രാജ്യത്തിൽപ്പെട്ടവർ തന്നെയാണെങ്കിലും ഉൾനാടുകളിലാണ് അവരുടെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത്. ബിസിനസ് ആവശ്യങ്ങൾക്ക് അവർ കൊണാക്രി പട്ടണത്തിൽ വന്നു ചേർന്നതാണ്. 2 മില്യൺ ജനങ്ങളുള്ള കൊണാക്രി പട്ടണത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സാന്നിധ്യം ഭയങ്കരമാണ്. മുസ്ലിങ്ങളിൽ ഷിയ, സുന്നി വിഭാഗങ്ങളുണ്ടെങ്കിലും പൊതുവെ മേൽക്കൈ സുന്നികൾക്കാണ്. ക്രിസ്ത്യാനികളിൽ പ്രൊട്ടസ്റ്റൻ്റ്, കത്തോലിക്ക വിഭാഗങ്ങളുണ്ടെങ്കിലും മേൽക്കൈ ഉള്ളത് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിനാണ്. മേൽക്കൈ എന്നുദ്ദേശിച്ചത് തൊഴിൽപരമായും ബിസിനസ് പരമായും സാമൂഹിക ഇടപെടലിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. വളരെ മനോഹരമായൊരു പട്ടണമാണ് കൊണാക്രി. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ മാർക്കറ്റിലേക്കാണ്. പക്ഷേ ഈ ലോക്കൽ മാർക്കറ്റിൻ്റെ ഭാഗങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് പഴയ കോഴിക്കോട് മിഠായി തെരുവാണ് ഓർമ്മ വന്നത്. വേണ്ടത്ര കാര്യമായ വൃത്തിയൊന്നുമില്ല. പഴയ കോഴിക്കോട് മിഠായി തെരുവിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. കാര്യമായ വൃത്തിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നല്ലോ മിഠായി തെരുവ്. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു വേർഷനാണ് കൊണാക്രിയുടെ ഈ ഏരിയ. കൊണാക്രി എല്ലാ ഏരിയയും ഇങ്ങനെയല്ല. ഞാനിവിടെ ഒരു ലോക്കൽ പർച്ചേസിങ്ങിന് പോയപ്പോൾ കണ്ട കാഴ്ചകൾ പകർത്തിയെന്ന് മാത്രം. ഈ ഏരിയ വൃത്തിയും വെടുപ്പൊക്കെ കണക്ക് തന്നെയാണ്. എങ്കിലും ഒരു തുറമുഖ നഗരം എന്ന സ്ഥിതിക്കും ഗിനിയയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന സ്ഥലത്തേക്കും കൊണാക്രി വലിയൊരു നഗരം തന്നെയാണ്. ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്ന നഗരമാണ് കൊണാക്രി. കൊണാക്രിയിൽ ഒരുപാട് ഇന്ത്യക്കാരും തൊഴിൽപരമായി ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ്, തമിഴർ, മലയാളികൾ, ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. GNF അതായത് ഗിനിയൻ ഫ്രാങ്ക്, ഇതാണ് ഇവിടുത്തെ ഔദ്യോഗിക കറൻസിയായി അറിയപ്പെടുന്നത്. വിപണിയിൽ അത്ര തന്നെ മൂല്യമില്ലാത്ത ഈ ഫ്രാങ്ക്, ഒരു ഗിനിയൻ ഫ്രാങ്ക് ഏകദേശം 100 ഇന്ത്യൻ രൂപയാണ്. പരമ്പരാഗത ആഫ്രിക്കൻ ഫുഡാണ് ഇവിടുത്തെ പൊതുവെയുള്ള ഭക്ഷണ രീതി. അതിയേറെ രുചികരവുമാണ്. ഡെലിവറി ആപ്പ് പോലുള്ള ആപ്പുകളൊന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇവിടുത്തെ ആളുകളുടെ വരുമാന സ്രോതസ്സ് പ്രധാനമായും കൃഷിയാണ്. എന്നാൽ അതിനു കൂടെ തന്നെ നാച്ചുറൽ റിസോഴ്സായ ഗോൾഡ്, സ്റ്റീൽ, ഡയമണ്ട്സ്, ഇത്തരം മൈനിങ് ക്വാറികളും ഇവിടെ നിലവിലുണ്ട്. മാലി, ഐവറി കോസ്റ്റ്, ഗിനിയ ബിയാസു, ലൈബീരിയ, സിയറ ലിയോൺ എന്നിവയാണ്
ഗിനിയയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. രാഷ്ട്രീയപരമായ ചില കാരണങ്ങൾ കൊണ്ട് ചില സമയങ്ങളിൽ അസ്വസ്ഥമാകാറുണ്ടെങ്കിൽ പോലും പൊതുവെ വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പൊതുവെ സമാധാനവും സന്തോഷമായ ജീവിതമാണ് ഗിനിയിലുള്ളത്.